ആദ്യം ഈ അമ്മയും അച്ഛനും ഒക്കെ കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ആരാണ്? അധ്യാപകരാണ് അല്ലേ? ചിലർ നമ്മുടെ ഹൃദയത്തോടെ എന്നും ചേർന്ന് നിൽക്കും. അധ്യാപകർക്കും അതങ്ങനെ തന്നെയാണ്. വിദ്യാർത്ഥികളെ ജീവന് തുല്യം സ്നേഹിക്കും ചിലർ. അങ്ങനെ ഒരു അധ്യാപകനെ കുറിച്ചാണ് പറയുന്നത്. മരണം തൊട്ടടുത്തെത്തിയെന്നറിഞ്ഞിട്ടും ആശുപത്രി കിടക്കയിൽ വിദ്യാർത്ഥികളുടെ അസൈൻമെന്റുകൾ നോക്കുന്ന ഒരു അധ്യാപകൻ. എല്ലാവർക്കും ഗ്രേഡ് നൽകിയെന്ന് ഉറപ്പാക്കി അന്ന് കിടന്നു. തൊട്ടടുത്ത ദിവസം മരിച്ചു. ഹിമ ഹരിദാസ് ചേരുന്നുണ്ട്. ഹിമ, നമ്മളെ എപ്പോഴും തത്സമയ റിപ്പോർട്ടറിൽ സന്തോഷകരമായത് മാത്രമല്ല, ഇത്തരം ചില ഹൃദയത്തിൽ തട്ടുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ? അപ്പോൾ ഈ അധ്യാപകന്റെ കാര്യം പറയുകയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം, അതായത് കുട്ടികൾക്ക് മാർക്കൊക്കെ കൊടുത്തതിന് ശേഷം അടുത്ത ദിവസം മരണത്തിന് കീഴടങ്ങി എന്നതാണ് ആ അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ളൊരു ബന്ധത്തിന്റെ ആഴം അല്ലേ? തീർച്ചയായും അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം തന്നെ വളരെ വലുതാണ്. അതോടൊപ്പം തന്നെ ഒരു അധ്യാപനത്തോട്, തന്റെ തൊഴിലിനോട് ആ അധ്യാപകൻ കാണിക്കുന്ന ആത്മാർത്ഥതയും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ആശുപത്രി കിടക്കയിലേക്ക് അദ്ദേഹം ലാപ്ടോപ്പും ചാർജറും ഒക്കെ കൊണ്ടാണ് വരുന്നത്, കുട്ടികളുടെ അസൈൻമെന്റ് നോക്കി മാർക്കിടാൻ വേണ്ടി. അപ്പോൾ അധ്യാപനം എന്നല്ല, ഏത് തൊഴിലാണെങ്കിലും നമ്മൾ അതിനോട് 100% ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇവിടെ അത്തരത്തിലുള്ളൊരു ദൃശ്യം തന്നെയാണ്. ഈ ആശുപത്രി കിടക്കയിലേക്ക് ഈ ലാപ്ടോപ്പും കൊണ്ടുവന്ന് ഈ കുട്ടികൾക്ക് മുഴുവൻ മാർക്കിട്ട് ഉറപ്പിച്ചു എന്നതിന് ശേഷം മാത്രമാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. ഈ കുട്ടികൾക്കെല്ലാം മാർക്ക് നൽകിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് അദ്ദേഹം മരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള സാന്ദ്രയാണ് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇതിനകം തന്നെ അത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഷെയർ ചെയ്യുകയും ചെയ്തു. എല്ലാവരും അവരുടെ അധ്യാപകരെ ഓർത്തെടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേരുകയാണ്. അതോടൊപ്പം ഇദ്ദേഹത്തിന്റെ ഒരു കാര്യക്ഷമതയും അർപ്പണബോധ്യത്തെയും എല്ലാവരും ഒന്നടങ്കം അഭിനന്ദിക്കുന്നുമുണ്ട്. ഇപ്പോഴൊരു അധ്യാപക കൂടിയായിട്ടുള്ള മോത്തിയോട് ഞാനൊരു അധ്യാപകൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ഹിമ, അതുകൊണ്ടാണ് എനിക്ക് ഇത് കൂടുതൽ ബന്ധപ്പെടുത്തി ആലോചിക്കാൻ കഴിയുന്നതും. കുട്ടികളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ തന്നെയായിരിക്കും അധ്യാപകർ. അധ്യാപകരുടെ ചെയ്തികളും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഭാവിയിൽ നമ്മൾ എപ്പോഴും പാഠമാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അധ്യാപകന്റെ ജീവിതം എല്ലാ കുട്ടികളും പാഠമായി എടുക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നൽകുന്ന ഒരു സന്ദേശം. തീർച്ചയായും അതങ്ങനെ തന്നെ വേണം. ശരി ഹിമ.